ക്രിസ്ത്യാനി അറിയപ്പെടേണ്ടത് ഒരു മതചട്ടക്കൂടിന്റെ ഭാഗമായി നിൽക്കുന്നു, ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്നു, ഒരു ആരാധനക്രമത്തിന്റെ ഭാഗമായി നിൽക്കുന്നു. ആ റൈറ്റിൽ പെടുന്നു, ഈ റൈറ്റിൽ പെടുന്നു, ആ രൂപതയിൽ, ഈ രൂപതയിൽ. ഇതല്ല നമ്മുടെ ഐഡന്റിറ്റി, ഇതല്ല നമ്മുടെ ഐഡന്റിറ്റി. നിങ്ങൾ ഏത് ആരാധനക്രമം ഫോളോ ചെയ്യുന്നു എന്നിട്ട് മറ്റുള്ള ആരാധനക്രമം ഫോളോ ചെയ്യുന്നവരെ താഴ്ത്തി കെട്ടുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഞങ്ങൾ മാത്രമേ ശരിയുള്ളൂ, നിങ്ങൾ ശരിയല്ല, അതാണ് ശരി, ഇതാണ് ശരി. ആ കാലം ചീഞ്ഞു. ശക്തികളുടെ പേര്, സഭാ കൂട്ടായ്മകളുടെ പേരിൽ, ആരാധന ക്രമങ്ങളുടെ പേരിൽ ഇങ്ങനെ അളിഞ്ഞ് ചീഞ്ഞ് നാറി നിൽക്കുകയാണ്. കാലം കെട്ടു. നീ അറിയപ്പെടുന്ന ഒറ്റ കാര്യത്തിലാണ്, ഞാൻ കർത്താവിനുള്ളതാണ്, എന്റെ സഭ കർത്താവിനുള്ളതാണ്, എന്റെ കുടുംബം കർത്താവിനുള്ളതാണ്, എന്റെ പ്രാർത്ഥന കൂട്ടായ്മ കർത്താവിനുള്ളതാണ്. അത് കയ്യേല് മാത്രമല്ല, നെഞ്ചത്തും ജീവിതത്തിൽ മുഴുവൻ മുദ്രണം ചെയ്തു വെക്കേണ്ടതാണ്. ഞാൻ കർത്താവിനുള്ളതാണ്. അറിയപ്പെടേണ്ടത് ആ ഒരൊറ്റ പാരമ്പര്യത്തിലാണ്. എന്നോട് എന്നാ വിഷമം തോന്നിയിട്ടും കാര്യമില്ല, ഞാനത് ഉള്ള ബോധ്യത്തോടെ, ആഴത്തിൽ നിന്ന് ഞാൻ പറയാണ്, നിങ്ങൾ അറിയപ്പെടുന്നത്, സഭ അറിയപ്പെടേണ്ടത്, ക്രിസ്ത്യാനി അറിയപ്പെടേണ്ടത്, ഈശോയിൽ വിശ്വസിക്കുന്നവർ അറിയപ്പെടേണ്ടത് ശക്തികളുടെ പേരിലോ ആരാധന ക്രമങ്ങളുടെ പേരിലോ അല്ല. ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. ഞാൻ ഈശോയുടേതാണ്, കർത്താവിനുള്ളത്, കർത്താവിന്റെ സ്വന്തം, അവന്റെ സ്വന്തമാണ്. അങ്ങനെ ഒരു ബോധം കിട്ടിയവനെ തോൽപ്പിക്കാൻ ആർക്ക് പറ്റും?